ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഹരീഷും കുടുംബവും വരുന്നത് കൊണ്ട് തന്നെ അനഘയെ പെണ്ണ് കാണാനായി ഒരുക്കുകയാണ് ആതിരയും സ്നേഹയും. പെണ്ണ് മാറിപ്പോയെന്നറിഞ്ഞാൽ ഇനി അവൻ ഓടിപ്പോയില്ലെങ്കിൽ കൊള്ളാമെന്ന് സ്നേഹയും ആതിരയും കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ അതിന്റെ ടെൻഷനിലിരിക്കുകയാണ് ആതിര. അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അനഘ പറയുകയാണ്, ഏട്ടത്തി, ഇവർ രണ്ടുപേരും കൂടി എന്നെ ടെൻഷൻ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പെണ്ണ് മാറിയെന്നറിയുമ്പോൾ ഹരീഷ് ഇറങ്ങി ഓടിപ്പോകുമെന്നാ ഇവർ പറയുന്നത്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, നീ എന്താണെങ്കിലും അതൊന്നും ഓർത്ത് ടെൻഷൻ ആകണ്ട, ആ കാര്യമെല്ലാം ഞങ്ങൾ തന്നെ ഡീൽ ചെയ്തോളാം. പിന്നീട് കാണിക്കുന്നത് അവന്തികയും മൂർത്തിയെയും അനിരുദ്ധനെയുമാണ്. അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ്, അവളെന്റെ അച്ഛന്റെ ചോരയാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോ അറപ്പ് തോന്നുന്നുണ്ട്. അച്ഛൻ ആത്മഹത്യ ചെയ്തതിന് ശേഷം അച്ഛനായിട്ടും അമ്മയായിട്ടുമൊക്കെ ഞാനാണ് അവളെ വളർത്തിയത്. എന്നിട്ടോ ഞങ്ങളുടെ ശത്രുക്കളുടെ കൂടെ കൂടി അവള് എന്നെ ശത്രുവായി പ്രഖ്യാപിച്ചു. എനിക്കിപ്പോൾ പക തോന്നുന്നത് അവളോട് മാത്രമാണ്. വിനയചന്ദ്രന്റെ മകളുടെ വിവാഹം നെല്ലിശ്ശേരിക്കാര് മുന്നിട്ട് നിന്ന് നടത്താൻ പോകുന്നു. അച്ഛനോടും കുടുംബത്തിനോടും അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ അവള് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അല്ല, പെണ്ണ് കാണൽ ചടങ്ങ് ഇപ്പോൾ തുടങ്ങി കാണുമെന്ന് മൂർത്തി പറയുന്നു. നമ്മൾ രണ്ടുപേരെയും അറിയിക്കാതെ അവളുടെ വിവാഹം തീരുമാനിക്കാൻ നെല്ലിശ്ശേരിക്കാർക്ക് എന്തധികാരമുള്ളതെന്ന് അനിരുദ്ധൻ അവന്തികയോട് ചോദിക്കുന്നു. മൂർത്തി, അവളെ കെട്ടാൻ പോകുന്നവന്റെ ഡീറ്റെയിൽസ് മുഴുവൻ എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. അതിനൊന്നും ഒരു പ്രയാസവുമില്ല, അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അവന്തിക പറയുകയാണ്, അവളെ ഞാനിപ്പോ എൻ്റെ അനിയത്തിയായിട്ടൊന്നും കണക്കാക്കുന്നതേയില്ല, എന്തെങ്കിലുമായി തീരട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവന്തിക അകത്തേക്ക് പോകുമ്പോൾ അനിരുദ്ധൻ മനസ്സിൽ പറയുകയാണ്, ചേച്ചിയും അനിയത്തിയും തമ്മിൽ എങ്ങനെ തെറ്റിക്കാമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം വന്ന് നന്നായി. അതുകൊണ്ട് എനിക്കും കാര്യങ്ങൾ അല്പം കൂടി എളുപ്പമായല്ലോ. പിന്നീട് കാണിക്കുന്നത് അകത്തേക്ക് കയറുന്ന അവന്തിക ഹരീഷിന്റെ ഫോട്ടോ മൂർത്തിയുടെ ഫോണിൽ കാണുന്നതാണ്. ഇവന്റെ കുടുംബമൊക്കെ എങ്ങനെയാണെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അമ്മയും ചേച്ചിയും മാത്രമേ ഉള്ളൂ. ചേച്ചി ഡിവോഴ്സായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണെന്നും അത്ര നല്ല കുടുംബമൊന്നുമല്ലെന്നും മൂർത്തി പറയുന്നു. എനിക്കും അത് തന്നെയാണ് വേണ്ടത്. അവള് എന്താണെങ്കിലും ഒരു നല്ല കുടുംബത്തിലേക്ക് ചെന്ന് കയറണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക ധനുഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നിന്റെ ഭാര്യയാണോ ഈ കല്യാണത്തിന്റെ ബ്രോക്കർ? ആര് ബ്രോക്കറായാലും കല്യാണം നടന്നാൽ പോരെയെന്ന് ധനുഷ് ചോദിക്കുന്നു. എന്നാലേ നീ അവളോട് പറഞ്ഞേക്ക് ഈ കല്യാണം നടക്കാനേ പോകുന്നില്ലെന്ന്. സ്വന്തം അനിയത്തിക്ക് ഒരു നല്ല ജീവിതം വന്നാൽ നിനക്കെന്താ അതും കണ്ടു നിൽക്കാൻ വയ്യെന്ന് ധനുഷ് ചോദിക്കുകയാണ്. അവൾ എൻ്റെ അനിയത്തിയൊന്നുമല്ല, വെറും ശത്രു മാത്രമാണ്. എൻ്റെ അവധികെ, നിന്റെ ശത്രുതയും വൈരാഗ്യവും ഒക്കെ മാറ്റിവെച്ച് അനിയത്തിയുടെ കൂടെ നിന്ന് അനുഗ്രഹിക്കാൻ നോക്ക്. ഇപ്പോൾ പെണ്ണുകാണൽ ചടങ്ങ് മാത്രമേ ആയിട്ടുള്ളൂ. എന്താണെങ്കിലും എൻ്റെ ശാപത്തിൽ അവൾ നശിച്ച് ഇല്ലാണ്ടാകുമെന്ന് അവന്തിക പറയുമ്പോൾ സ്നേഹ ധനുഷിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയാണ്. നിങ്ങൾ ആരാന്ന പെണ്ണുപിള്ളേ, നിങ്ങളുടെ വിചാരം? നിങ്ങൾ ശപിച്ചാൽ ആർക്കാ ഏൽക്കുന്നത്? ഓ, ബ്രോക്കർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഞാൻ ബ്രോക്കറാണെങ്കിൽ നിങ്ങൾക്ക് എന്താ നഷ്ടം? നിങ്ങളെ കൊണ്ട് ഇതിനെന്ത് ചെയ്യാനാകുമെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാകുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്നും അവളായിട്ട് എനിക്കൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞേക്കാൻ അവന്തിക പറയുന്നു. ഇത് കേൾക്കുന്ന സ്നേഹ പറയുകയാണ്, നിങ്ങൾ പറയുന്നതിനേക്കാൾ എത്രയോ മുമ്പ് അവള് നിങ്ങളുമായിട്ടുള്ള ബന്ധം അറുത്തു മുറിച്ചതാ. പെണ്ണ് കാണൽ ചടങ്ങ് പോട്ടെ, വിവാഹകാര്യം പോലും നിങ്ങളോട് പറയരുതെന്നാ അവൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അവന്തികയെ രാക്ഷസി എന്ന് വിളിച്ചുകൊണ്ട് കോള് കട്ട് ചെയ്യുകയാണ് സ്നേഹ. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സേതുവിനെയുമാണ്. നന്ദന്റെ വിവാഹം വളരെ ലളിതമായി നടത്തിയാൽ മതിയെന്നും അധികം ബന്ധുക്കളെന്നും വിളിക്കേണ്ട, അവര് എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലെന്നും അർച്ചന പറയുന്നു. എന്ന് കരുതി പേടിച്ച് നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ എന്ന് സേതു പറയുമ്പോൾ നടത്താമെന്നും എന്നാൽ അധികം ആർഭാടമൊന്നും വേണ്ടെന്നും അധികം ആരെയും വിളിക്കേണ്ടെന്നും അർച്ചന പറയുന്നു. ഡ്രസ് എടുക്കാനും താലിമാല എടുക്കാനുമൊക്കെ നമുക്ക് നാളെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയാലോ? മറ്റന്നാൾ മാല ചാർത്തൽ ചടങ്ങും നമുക്ക് നടത്താം. അച്ഛാ, എന്താണെങ്കിലും നമ്മളെല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോയാൽ അത് എങ്ങനെയെങ്കിലും അവരറിയില്ലേ എന്ന് അർച്ചന ചോദിക്കുന്നു. അതേസമയം കുഞ്ഞു കരയുകയും അർച്ചന മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. അർച്ചനയുടെ അടുത്ത് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് സ്നേഹ പറയുമ്പോൾ സേതു പറയുകയാണ്, എന്താണെങ്കിലും ഞാനൊന്ന് പറയാം. നന്ദന്റെയും സന്ധ്യയുടെയും വിവാഹം ഏത് അവന്തിക വന്നാലും എന്താണെങ്കിലും ഞാൻ നടത്തിയിരിക്കും. പിന്നീട് കാണിക്കുന്നത് അർച്ചനയെ കമല വിളിക്കുന്നതാണ്. ഇവിടെ നിന്റെ അച്ഛൻ മേടിച്ചു വെച്ച കുറച്ച് മരുന്നൊക്കെ ഉണ്ട്, അത് ഞാൻ കളയണോ അതോ അങ്ങോട്ടേക്ക് കൊടുത്തയക്കണോ? എൻ്റെ അമ്മയെ തോറ്റു. എന്താണെങ്കിലും അനൂപേട്ടൻ്റെ കൈ കൊടുത്തു വിടണ്ട. പിന്നെ ഞാനെന്താ ഇതെല്ലാം വലിച്ചെറിയണോ എന്ന് കമല ചോദിക്കുമ്പോൾ സച്ചേട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കയറാൻ പറയാമെന്ന് പറഞ്ഞ് അർച്ചന കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന സച്ചിയെ വിളിച്ച് മരുന്നെടുക്കുന്ന കാര്യം പറയുന്നതാണ്. കൂടെ അല്പം നേരത്തെ വരണമെന്നും ഷോപ്പിങ്ങിൻ്റെ കാര്യമെല്ലാം സംസാരിക്കാനാണെന്നും അർച്ചന പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് ഡോക്ടർ വിളിക്കുകയാണ്. തുടർന്ന് അർച്ചനയെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സച്ചി കോള് കട്ട് ചെയ്യുന്നു. അതേസമയം സച്ചി പറയാതെ കോള് കട്ട് ചെയ്തത് എന്തായിരിക്കാമെന്നുള്ള ആലോചനയിലാണ് അർച്ചന. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയെ കമല വിളിച്ച് സച്ചി മരുന്നെടുക്കാൻ വരാത്തത് എന്താണെന്ന് ചോദിക്കുന്നതാണ്. തുടർന്ന് അർച്ചന സച്ചിയെ വിളിക്കുമ്പോൾ ഞാൻ
ഓഫീസിലാണെന്നും എമർജൻസി മീറ്റിംഗിലാണെന്നും 10-15 മിനിറ്റിനുള്ളിൽ ഇറങ്ങും. അപ്പോൾ മരുന്നുമായി വരാമെന്ന് പറഞ്ഞ് സച്ചി കോൾ കട്ട് ചെയ്യുന്നു. എന്നാൽ സച്ചി യഥാർത്ഥത്തിൽ ലച്ചുവിനൊപ്പം ഹോസ്പിറ്റലിലായിരുന്നു. സംശയത്തോടെ നിൽക്കുന്ന അർച്ചനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.